ഇരുന്നിരുന്ന് വേര് മുളച്ചപ്പോൾ ഇനി എന്ത് ഞാൻ ചെയ്യും എന്നുള്ള ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് എൻ്റെ കെട്ടിയോൻ വന്നത്. എന്തായാലും അവൻ വന്നതല്ലേ, അവനൊരു നിമിഷം പോലും ഇരിക്കാൻ സമ്മതിക്കാതെ അവനെയും കൂട്ടി ഇറങ്ങി നടക്കാൻ. നടന്ന് നടന്ന് നമ്മൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടാ. പക്ഷെ ഇവിടെ കാണുന്ന സാധനങ്ങളൊന്നും നമുക്ക് തൊടാൻ കഴിയില്ല, കാരണം തൊട്ടാ പൊള്ളുന്ന വിലയാണേ. അങ്ങനെ ഉള്ളേലും വെച്ച് വില കുറവുള്ളൊരു സാധനം ഞാനങ്ങ് എടുത്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന എന്തൊക്കെയോ ഇവിടെ ഇവർ നിരത്തി വെച്ചിരിക്കുന്നു. പലതിൻ്റെ ഉപയോഗം എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ ചക്ക കണ്ടത്. ഇതെനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വില കാരണം ഞാൻ എടുത്തില്ല. നമ്മുടെ നാട്ടിൽ വെറുതെ കിട്ടുമ്പോൾ ഒരു വിലയില്ലാത്ത സാധനമായിരുന്നത്. ഇത് മരത്തിൽ എങ്ങനെ തൂങ്ങിക്കിടന്നതാ. അപ്പോൾ ആരെങ്കിലും മൈൻഡ് ചെയ്തോ? ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. അങ്ങനെ അതാ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ സ്ഥലത്തേക്ക് എത്തി. ഇതൊക്കെ കണ്ടപ്പോൾ സുരാജ് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഇരട്ട വെച്ച സുഖമായിരുന്നു എനിക്ക്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു സെക്ഷൻ കണ്ടത്. ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു അമ്പലം വൈബാണ് ഗൈസ് തോന്നിയത്. ഇതിൽ കാണുന്ന ഒരു ഗണപതിനെ എടുത്ത് കൊണ്ടുപോകണം എന്നെൻ്റെ മനസ്സ് ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ റൂമിലെത്തുമ്പോൾ ഇത് ഞാൻ കൈ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. സംഭവം വെക്കാൻ സ്ഥലമല്ല, അപ്പോൾ ഇതിനെ കൈ പിടിച്ച് നിൽക്കാനല്ലേ പറ്റൂ. അങ്ങനെ തന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. ഇതിലൊന്നും തൊടാൻ പാടില്ല, തൊട്ടാൽ പൊള്ളും. അതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ അതാ. കാരണം പൊള്ളുന്ന വിലയാണ് ഈ സാധനങ്ങൾക്കൊക്കെ. ഈ മാലൊക്കെ ഇവർ എവിടെ തൂക്കണ്ടാക്കി വെച്ചതാ പോട്ടെ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തെച്ചി, തുളസി, എന്തോ ഒരു കൂർക്കില, പനിക്കൂർക്കിലാണോ കന്നിക്കൂർക്കിലാണോ എന്നറിയില്ല. പിന്നെ അതാ കരിവേപ്പിൻ്റെ അല്ല, അതായിരുന്നു മെയിൻ. നമ്മുടെ നാട്ടിലത്തെ പോലെ വാടിക്കുഴഞ്ഞ് നിൽക്കുന്നല്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ട്രെൻഡ് ഔട്ടായ സാധനത്തിന് ഞാൻ ഇവിടെ കണ്ടേ. പണ്ടേ ഞാൻ അങ്ങനെ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കിട്ടിയ സാധനത്തിന് അവിടെ വെച്ച് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വേറെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങി. ലിപ്സ്റ്റിക്ക് നോക്കി ഇറങ്ങിയതാണെങ്കിലും ലിപ്സ്റ്റിക്ക് കിട്ടാത്തതുകൊണ്ട് വാട്ടർ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് വരെ ഞാൻ വിചാരിച്ചു. നോക്കുമ്പോണ്ട് ഒരാൾ ഗ്ലിസറിൻ്റെ ഒക്കെ ജാതകം വായിക്കുന്നു, എന്തിനാണോ എന്തോ. അങ്ങനെ ഭയങ്കര ഒച്ച കേട്ട് ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ അടിയോടടി. പക്ഷെ ഞങ്ങൾക്ക് പണ്ടേ അടികൾ, വയലൻസ് ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങൾ വാങ്ങി ഞങ്ങളിത് അപ്പാർട്ട്മെൻറ്റിലോട്ട് തിരിച്ചു പോവാം. അതിനാട്ടോ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഓക്കെ.